ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞങ്ങളിപ്പം ഇന്നലെ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞങ്ങളിപ്പോൾ തായ്ലൻഡിലാണ്. പക്ഷേ ഞങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ്, ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് എക്സ്പീരിയൻസ്. അത് നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഇപ്പം ട്രാവൽ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ ഞങ്ങൾ കൊച്ചി ടു തായ്ലൻഡ് ബാങ്കോക്കിലേക്ക് വരുമായിരുന്നു. ആൻഡ് ഞങ്ങൾ വന്നത് തായ് ലൈനറാണ്. സോ ഇപ്പം കൊച്ചി എയർപോർട്ടിലെ സെക്യൂരിറ്റി ഇസ് വെരി ടൈറ്റ്, വെരി ടൈറ്റ്. നമ്മൾ പണ്ട് USA ഷാറുഖ് ഖാനെയൊക്കെ ചെക്ക് ചെയ്തു എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഭയങ്കര നമ്മുടെ അബ്ദുൽ കലാം സാറിനെ, പ്രസിഡന്റിനെ വരെ ചെക്ക് ചെയ്ത കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു ലെവൽ ഓഫ് ഇൻറ്റൻസ് ചെക്കിംഗ് ആണ് കൊച്ചി എയർപോർട്ടിൽ നടക്കുന്നത്. ഫസ്റ്റ് തിങ്, ഇപ്പം ആൾക്കാർ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും ഫ്ലൈ ചെയ്യുന്നവർ, അറ്റ്ലീസ്റ്റ് ഓഗസ്റ്റ് 15 വരെ ഫ്ലൈ ചെയ്യുന്നവർ ഒരു 1 hour, സാധാരണ നമ്മൾ 3 മണിക്കൂർ മുമ്പാണെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പേ പോവുക. ഭയങ്കര സ്ട്രിക്റ്റ് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. ആദ്യമായിട്ടാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് പാസ് വാങ്ങുന്നിടത്ത് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ലൈക്ക് സ്ട്രേഞ്ചേഴ്സിന് നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, നിങ്ങളുടെ പെട്ടിക്കുള്ളതുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. നമുക്ക് ശരിക്കും ഒരു സ്കെയറി എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവരും ഒരു സസ്പെക്റ്റിനെ പോലെ, ഒരു ടെററിസ്റ്റ് സസ്പെക്റ്റിനെ പോലെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഗുഡ് ഓൺലി. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത്രയും വർഷമായിട്ട് ഫ്ലൈ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലല്ലോ. സോ അത് ഒരു കാര്യം. സോ ഭയങ്കര കെയർഫുൾ ആവുക. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിൽ ഇപ്പം ഐറ്റംസ്, നമ്മളെ കൊണ്ടുപോകുന്ന ഐറ്റംസ് വരെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങളിപ്പം തായ്ലൻഡിലേക്ക് വരുന്നത് പർച്ചേസ് ചെയ്യാനാണ്. സോ നമ്മൾ ഡ്രസ്സിൽ ഒട്ടിക്കാനുള്ള പ്രൈസ് ടാഗും കോഡ് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സൊക്കെ അതുപോലും അവർ അലൗ ചെയ്യുന്നില്ല. അതൊക്കെ അവർ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. സോ നമ്മുടെ ഹാൻഡ് ബാഗിലും അല്ലെങ്കിൽ നമ്മുടെ ക്യാരി ഓൺ ബാഗ്സിലൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടുപോവുക. ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ല, അനോയിങ്ങും പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നത്. എനിക്ക് തോന്നുന്നത് ന്യൂസിലൊക്കെ വന്നു എന്നാണ് ഞാൻ കേട്ടത്. സോ നമ്മുടെ ഫ്ലൈറ്റ് രാത്രി ഏകദേശം കൊച്ചി ടൈമിൽ നിന്ന് പുലർച്ചെ 2 മണിക്കായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് കുറച്ച് നേരത്തെ ടേക്ക് ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ ബോർഡിങ്ങിന് കൊണ്ടുപോയി. അങ്ങനെ ബോർഡിങ്ങിന് കൊണ്ടുപോയി. പിന്നെയും സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ബോർഡിംഗ് ടൈമിലും നമ്മുടെ ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുമ്പ് പുതിയൊരു സെക്യൂരിറ്റി കൗണ്ടർ പോലെ വെച്ചിട്ട് അവിടെ നമ്മുടെ ഹാൻഡ് ബാഗും നമ്മളെയും എല്ലാം വീണ്ടും പരിശോധിക്കും. സോ അതിനൊക്കെ ഒരുപാട് ടൈം പോകുന്നുണ്ട്. ജസ്റ്റ് ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുമ്പ്, ആദ്യത്തെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്, ഫ്ലൈറ്റിന്റെ എൻട്രൻസ് ഗേറ്റിന്റെ തൊട്ട് മുമ്പായിട്ട്. സോ അതൊക്കെ കഴിഞ്ഞ് അത് തന്നെ ഒരുപാട് നേരം ക്യൂയിൽ നിൽക്കണം. കാരണം ഓരോരുത്തരെ ചെക്ക് ചെയ്യണ്ടേ. അതും ഈ CRPF പേഴ്സണൽ അല്ല ചെക്ക് ചെയ്യുന്നത്, ഈ ഫ്ലൈറ്റിന്റെ സ്റ്റാഫുകൾ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ഹാൻഡ് ബാഗ് എടുത്ത് പിന്നെയും കാണിച്ച് പെട്ടിയും തുറന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി. 15 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു. അവരൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അനൗൺസ്മെന്റ് പറഞ്ഞു ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂറായി, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താന്ന് ആൾക്കാരൊക്കെ ആക്ച്വലി ഭയങ്കര കാമായിരുന്നു. ആരും നമ്മൾ ഈ ന്യൂസിൽ കാണുന്ന പോലെ ഒച്ചയും ബഹളവും അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല. AC ഒക്കെ അവർ ഫ്ലൈറ്റിൽ ഓൺ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അൺകംഫർട്ടബിൾ ഒന്നും അല്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റിന്റെ സ്റ്റാഫ് വന്നിട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു ചെറിയ കുട്ടി, വേദനയും കാട്ടി ചെറിയ കുട്ടി, ഇവരെ 3 പേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. അവിടെ കുറച്ച് തർക്കവും സംസാരവും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ കാരണമെന്നൊന്നും അപ്പോഴും നമുക്കറിയില്ല. അങ്ങനെ അവരെ ഇറക്കിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് എല്ലാവരോടും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഓബ്വിയസ്ലി വിചാരിക്കുന്നത് എന്താ, ഫ്ലൈറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് നമ്മൾ ചോദിച്ചു. അവർ അനൗൺസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫ്ലൈറ്റിൽ എന്താ കാരണം എന്നൊക്കെ. ഇറങ്ങുന്ന പറഞ്ഞാൽ നമ്മുടെ ലഗേജും എല്ലാം എടുത്താണ് നമ്മൾ ഇറങ്ങിയത് വീണ്ടും. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് ഈ സെക്യൂരിറ്റി ചെക്കിന്റെ ആദ്യത്തെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ, അവിടെ വെച്ച് ഒരു ഗ്രൂപ്പ് ഓഫ്, എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് 7 പാസഞ്ചേഴ്സ് ആണ്, ഒറ്റ PNR ആണ്. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് 2 ഫാമിലീസ്. അതിലാരോ ഒരു തമാശയ്ക്ക് പറഞ്ഞു എന്തോ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുമോ, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇൻ ദ സെൻസ് ഒരു
കളിയാക്കൽ അല്ലെങ്കിൽ ഒരു ഷോ ഓഫ് പോലെ അവർ പറഞ്ഞതാണെന്നാണ് സ്റ്റാഫ് പറഞ്ഞത്. അത് പറഞ്ഞത് ഈ CRPF സ്റ്റാഫുകളോടും കണ്ടാണ്. സോ ഈ 7 പേര് വന്നതിൽ ഒരു ഫാമിലിയാണ് അത് പറഞ്ഞത്. അങ്ങനെ അത് പറഞ്ഞപ്പോൾ തന്നെ അവരെ ആ ഫ്ലൈറ്റിൽ കയറാൻ പോലും സമ്മതിച്ചില്ല. അവരെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പിന്നെ അവർക്ക് വേറെ കുറെ സെക്യൂരിറ്റി ചെക്കും അവർക്ക് വേറെ ക്വസ്റ്റ്യനിങ്ങും അവർ ഇന്റർഗേഷൻ റൂമിലൊക്കെ കൊണ്ടുപോയെന്നാണ് കേട്ടത്, നമുക്കറിയില്ല. പക്ഷെ അവരെ ഫ്ലൈറ്റിൽ കയറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഒരു PNR ആയിരിക്കുമല്ലോ, അവരുടെ കൂടെ വന്നവരാണ് ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവരെയും വീണ്ടും ഇറക്കി, അവരെയും വീണ്ടും ചെക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തു. ആൻഡ് ഇതൊക്കെ കാരണം ആ ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആയി. 4 മണിക്കൂർ ഡിലേ ആയത് ഈ ഒരു ചുമ്മാ ഒറ്റ ഒരാളുടെ ഷോ ഓഫ് കൊണ്ടാണ്. വലിയ തമാശയ്ക്കോ ഷോ ഓഫിനോ എന്തോ പറഞ്ഞാണ്, ഞങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുന്നോ ചിരിച്ചുകൊണ്ടല്ലോ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരോട് എന്താ പറയണ്ടേന്നുള്ളൊരു ബോധമില്ലായ്മയാണ് ഈ ഒരാൾ കാരണം ഇത്രയും ഒരു 100 പാസഞ്ചേഴ്സ് 200 പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായി, ഫ്ലൈറ്റ് സ്റ്റാഫിന് ബുദ്ധിമുട്ടുണ്ടായി, കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവർക്ക് മിസ്സായി, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായി ജസ്റ്റ് ബിക്കോസ് ദിസ് ഗൈ വാസ് ട്രൈങ് ടു ഷോ ഓഫ്. അങ്ങനെ ഈ ഞങ്ങളെ വീണ്ടും ഈ ഫുൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് CRPFന്റെ ആൾക്കാർ വന്ന്, ഞാൻ വീഡിയോ കാണിക്കാം, നമ്മളൊക്കെ ഏകദേശം ആ രാത്രി 3-4 മണിയായി. 2 മണിക്ക് ടേക്ക് ഓഫിന്റെ ഫ്ലൈറ്റ് 4-4:30 ആയിട്ടാണ് ഞങ്ങൾ വീണ്ടും വെളിയിൽ ഇറങ്ങി. എല്ലാവരും അവിടെ ഇരുന്നു, പിന്നെയും ക്യൂ നിന്ന്, പിന്നെയും വേറെ സ്റ്റാഫുകൾ വന്ന് എല്ലാ സെക്യൂരിറ്റി ചെക്കും ചെയ്ത്. ഇറ്റ് വാസ് സച്ച് എ ഹൊറബിൾ എക്സ്പീരിയൻസ്. ഒരാൾ കാരണം നമുക്കും ഇവിടെ രാവിലെ എത്തിയിട്ട് ബാങ്കോക്ക് എത്തിയിട്ട് രാവിലെ തന്നെ പെർച്ചേസിനും നമ്മുടെ സപ്ലൈസിൻ്റെ അടുത്തൊക്കെ പോകാനുണ്ടായിരുന്നു. സോ അതൊക്കെ ഡിലേ ആയി. ഇത് കാരണം ഓൾമോസ്റ്റ് ഒരു 3-4 hours ഡിലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടൈം വളരെ വാല്യുബിൾ അല്ലേ. ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരാളുടെ ഷോ ഓഫ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് വളരെ വളരെ ഒരു ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. എനിക്കൊന്ന് പുള്ളിയും ചിലപ്പം എക്സ്പെക്ട് ചെയ്ത് കാണില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു സ്ഥലബോധം, ആൾക്കാരോട് എന്താ എപ്പോഴാണ് പറയണ്ടേന്നുള്ളതൊക്കെ വളരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം, എസ്പെഷ്യലി എയർപോർട്ടിലൊക്കെ വേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരാൾ കാരണം എന്തൊരു ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവർക്ക് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കയറി എല്ലാവരും ഇരുന്ന്, അതൊക്കെ പിന്നെയും ടൈം എടുക്കുവാണ്. ഇരുന്നിട്ട് പിന്നെയും ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലിനെ ആദ്യമേ ഇറക്കി വിട്ടു. മറ്റേ കയറ്റാത്ത ഫാമിലിയുടെ കൂടെ വന്ന ഒരു ഫാമിലി, അവരെ വീണ്ടും കയറ്റി. എന്നിട്ട് കയറ്റിയിട്ട് ഞങ്ങളെല്ലാവരും പിന്നെയും കയറി തായ്ലൻഡിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടില്ല, പക്ഷെ പ്രിയ പറഞ്ഞത് അവരുടെ എസ്കോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഒഫീഷ്യൽസ് വന്നു എന്നാണ് തോന്നുന്നത്. സോ ദാറ്റ് വാസ് എ വെരി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സെക്യൂരിറ്റി ചെക്കും പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ടാവുന്നത്. സോ നിങ്ങളും ഫ്ലൈറ്റിലൊക്കെ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അനോയ്ഡ് ആവും. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിൽ നമ്മൾ അനോയ്ഡ് ആവും, ഇറിറ്റേറ്റഡ് ആവും. അവര് നമ്മളെ ഒരു ടെററിസ്റ്റ് സസ്പെക്റ്റിനെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാവരെയും അങ്ങനെയാണ്. നമ്മൾ വെറുതെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് ടേപ്പിന് വേണ്ടി. പക്ഷെ മിണ്ടാതെ നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് പോവുക. കാരണം നമ്മുടെ എല്ലാവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു സംഭവം. നമ്മുടെ ഗവൺമെന്റും സെക്യൂരിറ്റി ഫോഴ്സസും ചെയ്യുന്നത്. സോ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇപ്പോൾ ഫ്ലൈനവർക്ക്. പിന്നെ നാളെ വരാൻ പോകുന്ന വ്ളോഗിൽ ഞാൻ വീണ്ടും ബാങ്കോക്കിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ബാങ്കോക്കിൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു ഫസ്റ്റ് 1 hour ആയിരിക്കും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പം പറഞ്ഞ പോലെ തായ്ലൻഡിലേക്ക് വരാൻ പറ്റിയ ടൈമാണ്. ഞാൻ വെച്ചാൽ നല്ല മഴയായിരിക്കും, പക്ഷെ ഇപ്പം മഴയൊന്നുമില്ല, നല്ല വെതറാണ്. കമ്പാരിറ്റീവ്ലി ലോ സീസൺ ആണ്. അതുകൊണ്ട് ഹോട്ടൽ റേറ്റ്സ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊരു നല്ല ഒരു 3 അല്ല, ഒരു 4 star ഹോട്ടലൊക്കെ ഒരു 3000 രൂപ, 3500 രൂപ, 4000 രൂപയ്ക്കൊക്കെ നല്ല ഏരിയ കിട്ടും. ഇൻഫാക്ട് ഒരു 3 star ഒക്കെ മതിയെങ്കിൽ 2500 രൂപയ്ക്കൊക്കെ ഹോട്ടൽസ് നല്ല ഏരിയ കിട്ടുന്നുണ്ട്. ഒരുപാട് പുതിയ സംഭവങ്ങൾ ബാങ്കോക്ക് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദ ബെസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്, ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ജപ്പാൻ ആണെങ്കിൽ ഫോർ മീ ബെസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ഇസ് നൗ ബാങ്കോക്ക്. ഇറ്റ് ഇസ് സോ അമേസിംഗ്, സോ അഫോർഡബിൾ, സോ മച്ച് ഓഫ് ഫൺ. 24/7 ലൈവാണ്. നമുക്ക് രാവിലെയൊക്കെ ടയേർഡാണ്, രാവിലെ ഒരു വൈകുന്നേരം ഒരു 8 മണി വരെ കിടന്നുറങ്ങിയാലും പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ 8 മണിക്ക് ശേഷം ഒന്നും ചെയ്യാൻ കാണില്ലല്ലോ. ഇവിടെ 8 മണിക്ക് ശേഷം അങ്ങോട്ട് നമുക്ക് ആർമാദിക്കാം. സോ ഇറ്റ്സ് ലൈക്ക് 24/7 ലൈവ്ലി സിറ്റിയാണ്. ആൻഡ് ഞാൻ ബാങ്കോക്കിലേക്ക് നിങ്ങൾ സപ്പോസ് തന്നെ വരുവാണെങ്കിൽ മിക്കവാറും DMK എയർപോർട്ടിലേക്ക് ആയിരിക്കും നിങ്ങൾ വരുന്നത്. സോ ആ ഒരു എയർപോർട്ടിലുള്ള വിഷ്വൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വരുന്നവർക്കാണ് ഒരു ധൈര്യത്തിന് വേണ്ടി, തന്നെ വരാൻ പാടാന്നുള്ളവർക്കൊക്കെ തോന്നുന്നവർക്ക് ഒരു ധൈര്യത്തിന് വേണ്ടി വിഷ്വലി ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട്
എയർപോർട്ടിന്റെ വെളിയിൽ ഇറങ്ങി ടാക്സി പിടിച്ച് പോകുന്ന വരെ ഉള്ള ഫുൾ ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് അത് വിഷ്വലിയും കാണിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് അത് ഭയങ്കര കോൺഫിഡൻസ് ആവും. ആൻഡ് ബാങ്കോക്കിലെ വ്ളോഗ്സ് ഒക്കെ ഇനി അവൾ ഉടനെ അല്ല നാളെ തൊട്ട് വരുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. എന്തെങ്കിലും ഡൗട്ട്സ് ബാങ്കോക്കിലേക്ക് എസ്പെഷ്യലി വരാനുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഐ ഡെഫിനറ്റ്ലി റിപ്ലൈ. സോ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യം നിങ്ങൾ വളരെ കെയർഫുൾ ആവുക. എസ്പെഷ്യലി ടിൽ ഇൻഡിപെൻഡൻസ് ഡേ ഭയങ്കര സെക്യൂരിറ്റിയാണ്. 2 or 3 സോൺ സെക്യൂരിറ്റിയാണ് കൊച്ചി എയർപോർട്ടിലും ഒരുവിധം ഇന്ത്യയിലും എല്ലാ മേജർ എയർപോർട്ട്സിലും നടക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് ഡേയുടെ ഒരു ഹാഫ് ഡേ വെറുതെ പോയി ഒരാളുടെ ഒരു എന്താ പറയുക തമാശ കാരണം. ആൻഡ് നിങ്ങളാരും അങ്ങനെയൊന്നും പെരുമാറരുത്. എയർപോർട്ടിൽ അതിൻ്റെ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വേറൊരു വീഡിയോ കാണാം. നാളെ ബാങ്കോക്ക് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.